എനിക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഏത് ഏജിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം? ഇത് കൂടുതൽ അമ്മമാരാണ് ചോദിക്കുന്നത്. കുഞ്ഞു ബേബീസിന് സ്കിൻ കെയർ വേണോ, അതല്ലെങ്കിൽ ഞാൻ എത്ര ഏജിൽ കുഞ്ഞിന് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ കുട്ടി ഇപ്പോൾ ഒരു കുഞ്ഞു ആവേണം 5, 6, 7 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിലൊന്നും വേണ്ട. കുളിക്കുന്ന സമയത്ത്, അതായത് രാവിലെ അല്ല, നമ്മൾ വൈകിട്ട് കുളിപ്പിക്കത്തില്ലേ, അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. കാരണം രാവിലെയുള്ള അഴുക്കെല്ലാം മുഖത്ത് നിന്ന് പോകാനായിട്ട്, പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മുഖത്തിരിക്കാതിരിക്കാനായിട്ട് നമുക്ക് ജെന്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അത് നോൺ ഫോമിങ് ആയിട്ടുള്ള സെറ്റാഫിലിൻ്റെ ഫേസ് വാഷോ, അതല്ലെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ തന്നെ ജെന്റിലായിട്ടൊരു ക്ലെൻസർ പറഞ്ഞുതരും, അത് യൂസ് ചെയ്യും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൺസ്ക്രീൻ. അത് മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതല്ലാതെ മോയ്സ്ചറൈസറിൻ്റെ സിറത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴേ കുഞ്ഞുവാവർക്കില്ല. പിന്നെ ഡെഫിനറ്റ്ലി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അമ്മമാർ ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. ഈ ഒരു ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിൻ്റെ സ്കിന്നിലാണ് ഒരു നേരത്തേക്കല്ലേ എന്നും പറഞ്ഞ് ഇട്ടുന്നതിൽ പോലും ചിലപ്പോൾ അവരുടെ സ്കിന്നിനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം ബേബി സ്കിൻ ഭയങ്കര ജെന്റിലാണ്. അപ്പം നമ്മുടെ സ്കിൻ കെയറിലുള്ള ചില വിറ്റാമിൻ സി, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, നിയാസിനമൈഡ് പോലെയുള്ള സാധനങ്ങൾ കുഞ്ഞിൻ്റെ സ്കിന്നിന് പറ്റത്തില്ല. സോ അതൊന്നും അനാവശ്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സൺസ്ക്രീൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ വിറ്റാമിൻ സിയുടെ സൺസ്ക്രീൻ ഒന്നും വാങ്ങിക്കണമെന്നില്ല, മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ്റെ ആവശ്യമുള്ളൂ. പ്രോപ്പറായിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും ഡ്രൈനെസ് ആയിട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. അതും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു 11 ഏജിന് എബോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മോയ്സ്ചറൈസർ, ലൈറ്റ് ജെന്റിലായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതല്ലാണ്ട് ഒരു സിറത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്കും ടീനേജേഴ്സിനും ഇല്ല. നിങ്ങൾ ഡോക്ടർ നെയിൽ കൺബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.